കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയതയും ആയിരിക്കും. ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നീതിയുള്ള രാജാവിൻ്റെ ഭാവി ഭരണം എന്നൊരു കണ്ടൻ്റാണ് ഈ അധ്യായത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം സ്തോത്രം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നീതിയുടെ പ്രവൃത്തിക്കുള്ള റിസൾട്ട്. രണ്ട്, നീതിയുടെ ഫലത്തിനുള്ള റിസൾട്ട്. എന്തുവാണ് ഈ നീതി എന്ന് പറയുന്ന കാര്യം? നീതിയോടെ നിൽക്കുക, നീതിയോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പലപ്പോഴും നമ്മളൊക്കെ ദൈവമക്കളായിരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് ദൈവനീതി വെളിപ്പെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്തുവാ ഇതിൻ്റെ കാര്യം? വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് അനീതി നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. മനുഷ്യൻ്റെ വിശ്വസ്തത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ തലങ്ങളിലും, അല്ലേ? വിശ്വാസികളുടെ ഇടയിലെന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ തലങ്ങൾ ജീവിക്കുന്നവരുടെ അല്ലെങ്കിൽ ജെൻഡായിൽസ് ജാതികളുടെ മേലൊക്കെ ഇന്ന് കണ്ടുവരുന്ന ഒരു ഭാഗമാണത്. അനീതിയുടെ പ്രവൃത്തി, അല്ലേ? വിശ്വസ്തത നഷ്ടപ്പെടുന്നു, പരസ്പര ബന്ധങ്ങൾ, വിശ്വാസ്യതകൾ നഷ്ടപ്പെടുന്നു, സ്തോത്രമല്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു മേഖലയിലേക്ക് ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തരം അനീതി വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖല എല്ലാ തലങ്ങളിലും എല്ലാ മേഖലയിലും ഇതെന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നീതി നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്ന നീതി എന്ന വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ വാക്കിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ മനുഷ്യനും ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് ബന്ധപ്പെട്ടും മനുഷ്യരോട് ബന്ധപ്പെട്ടും ചെയ്യേണ്ടിയ കാര്യങ്ങൾ ചെയ്യാതെ അതിൽ നിന്ന് വഴിമാറുകയോ സ്തോത്രം അതിൽ നിന്ന് ഓടി ഒളിക്കുകയോ ചെയ്യുമെങ്കിൽ ഉറപ്പായും നിങ്ങൾ അനീതിയുടെ സൈഡിലാണ് നിൽക്കുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു പാസ്റ്ററാണ്, അല്ലേ? എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയോടുള്ള ബന്ധത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് മാത്രമല്ല, ഞാൻ സ്തോത്രം ഒരു 2 കുഞ്ഞുങ്ങളുടെ പിതാവാണ്, ഒരു ഭാര്യയുടെ ഭർത്താവാണ് എന്നൊക്കെ പറയുന്നു, അല്ലേ? അപ്പം ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, പാസ്റ്റർക്ക്, വിശ്വാസിക്ക്, ഓരോരുത്തർക്കും ദൈവം ഈ ലോകത്തിൽ നമ്മൾ വെച്ചിരിക്കുന്നതിനകത്ത് ചില ഡിമാൻഡ്സ് ഉണ്ട്. സ്തോത്രം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഈ ഉലകത്തിലായിരിക്കുമ്പോൾ ഭാര്യയോടുള്ള ബന്ധത്തിലോ, ഭർത്താവിനോടുള്ള ബന്ധത്തിലോ, മക്കളോടുള്ള ബന്ധത്തിലോ, പാസ്റ്ററോടുള്ള ബന്ധത്തിലോ, വിശ്വാസിയോടുള്ള ബന്ധത്തിലോ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ നീതിയോടെ നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. ഇത് ഏതെങ്കിലും ഒന്നിൽ നമ്മൾ വീഴ്ച സംഭവിച്ചു പോയാൽ നിശ്ചയമായും തിരുവചനത്തെ ആധാരമാക്കി ഞാൻ പറയാം, നമ്മൾ അനീതിയിലേക്ക് വഴിമാറുന്നു എന്ന് നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കണം. ഇനി മനുഷ്യൻ്റെ നീതിയൊന്നുമല്ല ദൈവത്തിൻ്റെ നീതി വേറൊരു തലത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ തലത്തിൽ നീതിയോടെ നിന്ന് കഴിഞ്ഞാലുള്ള ഒരു അനുഗ്രഹമാണ് നമ്മൾ ഈ പറഞ്ഞത്. നീതി എന്ന പ്രവർത്തികൾ, അതായത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യാൻ നമ്മൾ ഒരുക്കപ്പെട്ടാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സമാധാനമുള്ള ഒരു തലം, അല്ലേ? നീതിയോടെ ജീവിച്ചാൽ ഒരു സമാധാനം ദൈവം നിങ്ങൾക്ക് തരും. അടുത്ത് അതിനൊരു ഫലമുണ്ട്, നീതിക്കൊരു ഫലമുണ്ട്. ആ ഫലമാണ് ശാശ്വത വിശ്രാമവും നിർഭയതയും. എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ല വിശ്രമം, നമുക്ക് ശാശ്വത വിശ്രമം, അല്ലേ? സ്തോത്രം, ഒരു വിഷയത്തിലും പല വിഷയത്തിലും നമ്മൾ ആശങ്കപ്പെടുന്നവരാണ്, വിശ്രമമില്ലാത്തവരാണ്. പക്ഷെ നീതിയുടെ ഫലം, ഒന്ന് ശാശ്വത വിശ്രമമാണ്, 2 നിർഭയതയാണ്, ഭയമില്ലാത്ത അവസ്ഥ. രോഗത്തെ, ശാപത്തെ, വ്യക്തികളെ, സ്തോത്ര പൈശാചിക മണ്ഡലങ്ങൾ ഒന്നിനും ഭയമില്ലാത്ത അവസ്ഥയെ കാണിക്കുന്ന ഒരു മേഖല. ഇതെങ്ങനെ വെളിപ്പെടും? അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നീതിയുടെ പ്രവൃത്തി, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സമാധാനമാണ്. നീതിയുടെ ഫലം, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ശാശ്വത വിശ്രാമവും സ്തോത്ര അപ്പോൾ തന്നെ നിർഭയതയുമാണ്. അപ്പോൾ ഈ നിലവാരത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല
പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകി പരിപാലിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ വിടുതലുകളാലും ദൈവം നിറയ്ക്കും. കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, നന്മ കൊണ്ട് നിറയ്ക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.